അവൻ്റെ ബഹുമാനപ്പെട്ട തങ്ങളെ, നിങ്ങൾ ഇത്ര വലിയ നിഷ്കളങ്കനായി പോയല്ലോ. എന്താണ് മഹല്ലിൽ ഖാദിമാർക്ക് പണി? ഏത് മഹല്ലിൽ, ഏത് ഖാദിയാണ് മഹല്ലിൽ ശമ്പളം കൊടുക്കാൻ റിസീവറെ വെച്ചിട്ടുണ്ടോ? മഹല്ലിൽ ശമ്പളങ്ങൾ പോണത്, മദ്രസയും പള്ളിയൊക്കെ ശമ്പളം പോണത് ഖാദിമാരുടെ അണ്ടറിലാണോ? ഇവർ ചെന്നിട്ടാണോ മാസാന്ത കണക്ക് നോക്കുന്നത്? ഇവർക്ക് വല്ല റോളും ഉണ്ടോ അവിടെ? അയ്യൻ്റെ തങ്ങൾ പാപ്പ, ഇത് നിങ്ങൾ നാളെ കൊള്ളാനുള്ള അടിക്ക് ഇന്ന് വടി വാങ്ങി കൊടുക്കുകയുള്ളൂ. ഇത് നിങ്ങൾ നാളെ സങ്കടപ്പെടേണ്ടി വരും. നമ്മൾ സയ്യിദും പണ്ഡിതനും മറ്റേ മുത്താലിമൊന്നുമല്ല, സാധാരണക്കാർ ഒരു ഡ്രൈവർ പണി എടുക്കണ മനുഷ്യൻ. ജീവിതാനുഭവം കൊണ്ട് പറയാണ്. ഇതിൻ്റെ വേക്കിൽ വലിയ ചതി ഇരിക്കുന്നുണ്ട്. പണ്ട് വഹാബികൾ ലീഗ് കൊടുന്ന് കച്ചവടമാക്കിയിട്ട് കച്ചവടമാവാതെ സയ്യിദന്മാരെ തലയിലേക്ക് വെച്ച് കൊടുത്തതുപോലെ ഇതവരെ വഹാബിസം ലീഗ് മഹലിൽ കൈയടക്കാനും അതുമൂലം ലീഗ് വഹാബികൾക്ക് കയറിക്കൂടാനും ഒന്നും കൂടി പടികൾ വെച്ച് കൊടുക്കുകയാണ്. അതിന് നിങ്ങളും കൂടി ഒന്ന് പെയിൻ്റ് അടിച്ച് ഉഷാറാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്. അല്ല, നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല. അത് സംഭവം ശരിയാണ്. എന്താ ചെയ്യുക? കാലാവസാനമാകുമ്പോൾ ഭൂമിക്ക് മുകളിൽ ആകാശത്തിനോടെ ഏറ്റവും വലിയ സിറ് ഉള്ളൊരു വിഭാഗം പുറപ്പെടാണ്ടെന്ന് പറഞ്ഞില്ല. അതിന് നിങ്ങൾ വേദി ഉണ്ടാക്കി കൊടുക്കുകയാണ്, അത്രേ പറയാൻ പറ്റൂ. ഇവിടെ ഭൗതികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു തറവാടിരുന്ന നെഹ്റു കുടുംബം, ഇന്നിപ്പോൾ എന്താ കുടുംബത്തിൻ്റെ അവസ്ഥ? ഒരു രാഹുൽ ഗാന്ധിനെ മുന്നിട്ട് കളിച്ച് അമ്മനും മോനും പെങ്ങളും കൂടി അവർ കൂട്ടിയാൽ കൂടുമോ? കോൺഗ്രസ് മൊത്തം നശിച്ചില്ലേ? അവരെ കൊണ്ട് വല്ലതും കൂട്ടിയാൽ കൂടുമോ? അവരെ മുന്നിൽ നിന്നാണ് ഈ കൊഴിഞ്ഞു പോക്ക്. എന്നതുപോലെ ഈ പാണക്കാട്ട് കുടുംബം കേരള മുസ്ലിമീങ്ങൾക്ക് മഹലിന് എന്ത് കാര്യത്തിനാണ്, എന്താണ് അവരെ കൊണ്ട് മഹലിൽ കാര്യം? എനിക്കതാ പിടുത്തം കിട്ടാത്തത്. അവർ സയ്യിദന്മാരാണ്, അംഗീകരിക്കണം, ദ്വാരപ്പിക്കണം, ബർക്കത്തെടുക്കണം, ഒക്കെ വേണം കേട്ടോ. മഹലിൽ ജനങ്ങൾ കൊടുക്കേണ്ട മാസസംഖ്യ, വരിസംഖ്യ, അതിൻ്റെ കാര്യങ്ങൾ അത് അതിൻ്റെ വൃത്തിയിൽ നടക്കണില്ലേ? വല്ല വർഷത്രയും കാലമായിട്ടുണ്ടോ? 450 കൊല്ലമായില്ലേ? 1450 കൊല്ലം പോലെ ആയില്ലേ നമ്മളെ കേരളത്തിൽ ഇസ്ലാം പ്രവർത്തിക്കണം? വല്ല തകരാറുണ്ടോ? ഇനിയിപ്പോൾ എന്തിനാണ് ഈ കൊന്ത്രം പല്ല് മുളപ്പിക്കണം മഹലിൽ? കലാപത്തിനല്ലേ ഇപ്പോൾ ഇതൊക്കെ? ഇതിപ്പോൾ ഒരു നിലക്കും പോവില്ല. അത് പണ്ട് ഇതുണ്ടായ മാതിരിയാവും, കുരിപ്പ് പൊന്തിയ മാതിരി പൊന്തൽ തുടങ്ങുമല്ലോ എടുത്തു നോയിക്കോളി നിങ്ങൾ. ഇത് വലിയ കൊട്ടി ആഘോഷിച്ചിട്ട് നടക്കുമ്പോൾ തങ്ങളെ പ്രതികരണം കണ്ടില്ലേ? സാദിഖലി തങ്ങൾ പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറയാണ്, അതും അവരുടെ മഹല്ല ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. മൊത്തം സമൂഹത്തിന് നല്ല തങ്ങൾ പറയുന്നത്. തങ്ങളെ മുഖഭാവം തന്നെ കണ്ടാൽ അതിനെ വിളിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്, പറഞ്ഞു പറയിപ്പിക്കുന്നത്? തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, അവർ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല, പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതല്ലല്ലോ.